ദില്ലിയിൽ ബി.ജെ.പി. എം.എൽ.എ. എ.എ.പിയിൽ ചേർന്നു. ബി.ജെ.പി. എം.എൽ.എ. അനിൽ ഷായാണ് ആം ആദ്മിയിൽ ചേർന്നത്. കിരാരി മണ്ഡലത്തിലെ എം.എൽ.എ. ആണ് അനിൽ ഷാ. ആം ആദ്മി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് സംഭവം. അബ്ദുൾ റഷീദ് ഉണ്ട്. അബ്ദുൾ റഷീദ്, കൂടുതൽ വിവരങ്ങൾ. ബിനു, ദില്ലിയിലെ രാഷ്ട്രീയത്തിൽ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഈ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദില്ലി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് ആം ആദ്മി പാർട്ടി വിട്ടതിന് ശേഷം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി.ജെ.പി. എം.എൽ.എ. ആയിട്ടുള്ള അനിൽ ജാ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് അനിൽ ജാ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നത്. ബി.ജെ.പി. എം.എൽ.എ. ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ബി.ജെ.പിയുടെ ദേശീയ ഇതിലൊക്കെ തന്നെ നേതൃത്വത്തിലൊക്കെ തന്നെയും വലിയ രീതിയിൽ പങ്കുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. എന്തായാലും ആം ആദ്മി പാർട്ടിയിൽ നിന്നും മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അരവിന്ദ് കെജ്രിവാളിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അനിൽ ജാ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. എന്തായാലും ഈ ബി.ജെ.പിയുടെ ഉപാധ്യക്ഷ സ്ഥാനം അടക്കം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് നേരത്തെ അപ്രതീക്ഷിതമായ ഒരു രാജി കൈലാഷ് ഗെഹ്ലോട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആം ആദ്മി പാർട്ടിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയായി അതിഷിയെ നിയോഗിച്ചതിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അദ്ദേഹം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ഒരു രാജി വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലും ബി.ജെ.പിയിലും വലിയ രീതിയിലൊരു നാടകീയ രംഗങ്ങളാണ് ദില്ലിയിൽ അരങ്ങേറുന്നത്. അബ്ദുൾ റഷീദ്, ഈ ഗെഹ്ലോട്ട് ഇത്തരത്തിൽ ആം ആദ്മിയിൽ നിന്ന് പോകുന്നു, ബി.ജെ.പി. എം.എൽ.എ. ആം ആദ്മിയിൽ ചേരുന്നു, അതായത് അനിൽ ഷാ, അതായത് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി മറ്റ് മാറ്റങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും നമുക്കറിയാം, പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷവും ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ നേരത്തെയും വിമർശനത്തിന് വിധേയമായിരുന്നു. ഇതിന് പിന്നാലെ ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കിടയിലും വലിയ രീതിയിലൊരു ആരോപണവും ഒരു ആഭ്യന്തര കലാപവും ഒക്കെ തന്നെ നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയിലും ഒപ്പം ആം ആദ്മി പാർട്ടിയിലും തമ്മിലുള്ള ഒരു ആഭ്യന്തര കലാപവും ഒക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ ഒരു കൂറുമാറലടക്കമുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വരുന്ന മാസങ്ങളിലൊക്കെ തന്നെയും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരു പാർട്ടികൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങളും ഒപ്പം ഇത്തരത്തിലുള്ള കൂറുമാറലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൈലാഷ് ഗെഹ്ലോട്ട് ഇനി ഏത് തരത്തിലായിരിക്കും രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മുന്നണികളോടൊപ്പം ചേരുമോ അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഒപ്പം ചേരുമോ എന്ന തരത്തിലൊന്നും വ്യക്തമാണ്. റഷീദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.